10 വർഷമായി രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഒരു സിനിമ കണ്ടാണ് ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായരെ തിരിച്ചറിയാനായതെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി പറഞ്ഞു. മങ്കരയിലെ ചേറ്റൂർ സ്മൃതി മണ്ഡപത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി പറഞ്ഞതിന് ശേഷം മാത്രമാണ് സുരേഷ് ഗോപി എം.പിക്ക് ചേറ്റൂരിന്റെ കുടുംബത്തെക്കുറിച്ച് ഓർമ്മ വന്നതെന്നും വി.കെ. ശ്രീകണ്ഠൻ എം.പി പറഞ്ഞു. കോൺഗ്രസ് ചേറ്റൂരിനെ മറന്നിട്ടില്ല. എല്ലാ വർഷവും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. മാധ്യമങ്ങൾ വേണ്ടത്ര വാർത്താ പ്രാധാന്യം നൽകാത്തതുകൊണ്ടാണ് കേരളം അറിയാത്തത്. ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായർക്ക് വന്നിറങ്ങാനായി സ്ഥാപിക്കപ്പെട്ട മങ്കര റെയിൽവേ സ്റ്റേഷൻ നിർത്തലാക്കിയത് പുനഃസ്ഥാപിച്ച് അദ്ദേഹത്തോടുള്ള യഥാർത്ഥ ആദരവ് ബി.ജെ.പി കാണിക്കുമോ എന്നും എം.പി ചോദിച്ചു. ചേറ്റൂരിന് ആദരമർപ്പിക്കാനെത്തിയ ബി.ജെ.പി നേതാവ് പി.കെ. കൃഷ്ണദാസ് റെയിൽവേ ഉപദേശക സമിതി അംഗമായിരിക്കുന്ന സമയത്താണ് മങ്കര റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വർഷം 10. അദ്ദേഹത്തിന് ഇപ്പോഴാണ് ബോധോദയം ഉണ്ടായത് ചേറ്റൂർ ശങ്കരനായരെ കുറിച്ച്. അതിനൊരു സിനിമ വേണ്ടി വന്നു. നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കേണ്ടി വന്നു സുരേഷ് ഗോപിക്ക്, കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് ഈ തറവാടും വീടും ഒക്കെ അറിയാൻ. അപ്പോൾ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരാണ് എന്താണെന്നൊക്കെ ഗവേഷണം ചെയ്ത് നടക്കുകയാണ് ബി.ജെ.പി. നല്ല കാര്യമാണ്. അവർ തെറ്റ് തിരുത്തുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദേശീയ നേതാക്കന്മാരെ തിരിച്ചറിയുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അവരെ അനുസ്മരിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അവർ ആക്ഷേപിക്കുകയാണ് കോൺഗ്രസ് മറന്നു, രാജ്യം മറന്നു. രാജ്യം 10 വർഷമായിട്ട് ഭരിക്കുന്നവർ മറന്നതിന് ഞങ്ങളാണ് ഉത്തരവാദി. ഇവിടെ മങ്കര റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്കറിയാം, അദ്ദേഹം ഇന്ത്യൻ ബ്രിട്ടീഷ് കൗൺസിലിൽ അംഗമായിരുന്നു, മലയാളിയായിരുന്നു. അദ്ദേഹം വന്ന് ഇറങ്ങുന്നതിന് ട്രെയിൻ പ്രത്യേകമായിട്ട് സോൺ, അതിന് വേണ്ടിയിട്ട് പ്രത്യേക കോച്ച് അനുവദിച്ചിരുന്നു. ചരിത്രമെടുത്ത് പരിശോധിച്ച ബി.ജെ.പിക്കാർക്കറിയാം. അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലേക്ക് വരാൻ ഇവിടെ മങ്കര റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ച് മങ്കര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയ ചരിത്രമാണ് മുൻകാലങ്ങളിലെങ്കിൽ ഈ ദേശീയ നേതാവിനെ, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ തമസ്കരിക്കുന്നതിൻ്റെ, ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളെ തമസ്കരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ബി.ജെ.പിയുടെ. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 2 വർഷം മുമ്പാണ് മങ്കര റെയിൽവേ സ്റ്റേഷൻ പൂട്ടിയത്. അപ്പോൾ ഇതിനു മുമ്പ് പൂട്ടാൻ തീരുമാനിച്ചപ്പോൾ ഗവൺമെൻറ് വേറെയായിരുന്നു. ശക്തമായിട്ട് ഇടപെട്ടു. ആ പൂട്ടാനുള്ള താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനുള്ള തീരുമാനം അത് നമുക്ക് നിർത്തിവെക്കാൻ കഴിഞ്ഞു, പൂട്ടൽ നിർത്തിവെക്കാൻ കഴിഞ്ഞു. പക്ഷേ ആരോരും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ വീണ്ടും മങ്കര റെയിൽവേ സ്റ്റേഷൻ പൂട്ടി. ഒരു ദേശീയ സ്മാരകത്തിനേക്കാളും അദ്ദേഹത്തിൻ്റെ നാടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഉള്ള ഈ മങ്കര പ്രദേശത്തിനോട് എന്തെങ്കിലും നീതി, അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരനായരോട് എന്തെങ്കിലും നീതി പുലർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബി.ജെ.പി. ഗവൺമെൻറ്, റെയിൽവേ മന്ത്രാലയം അടിയന്തരമായിട്ട് മങ്കര റെയിൽവേ സ്റ്റേഷൻ തുറക്കാനും തുടർന്ന് ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്താനും തയ്യാറാകണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞാൻ പിറ്റേ ദിവസം തന്നെ, പൂട്ടിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ റെയിൽവേ മന്ത്രിയെ നേരിട്ട് നിവേദനം നൽകിയതാണ്. ഇന്ന് വരെ ഒരു മറുപടി നൽകിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്ര സ്മരണകൾ അയവിറക്കുന്ന മങ്കരയിലെ റെയിൽവേ സ്റ്റേഷൻ തുറന്നെങ്കിലും അദ്ദേഹത്തിനോടൊരു നീതി കാണിക്കാൻ ഈ പ്രവൃത്തിയിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ബി.ജെ.പിയുടെ നേതൃത്വം തയ്യാറാകണം. ഇവിടെ വന്ന പി.കെ. കൃഷ്ണദാസ് റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ചെയർമാനായിരിക്കുമ്പോഴാണ് ഈ മങ്കര റെയിൽവേ സ്റ്റേഷൻ പൂട്ടിയത് എന്നുള്ളത് നിർഭാഗ്യകരമായ സംഗതിയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് പ്രസംഗിക്കാൻ കൊള്ളാം, പ്രവർത്തനമാണ് സുതാര്യമാകേണ്ടത്. ഡി.സി.സി അധ്യക്ഷൻ എ. തങ്കപ്പൻ ഉൾപ്പെടെ കോൺഗ്രസിന്റെ ജില്ലാ പ്രാദേശിക നേതാക്കൾ അനുസ്മരണത്തിൽ പങ്കെടുത്തു. യു.ടി.വി ന്യൂസ്, പാലക്കാട്.